ഒക്കെ മഴ കൊണ്ടിട്ട് ചീഞ്ഞു പോവാണ്. ഇതൊക്കെ പൊട്ടിച്ചെടുത്തതൊക്കെ നല്ലത്. നാശമായി പോവാന്നല്ലാതെ. സെഫി എവിടെയാണ്? സെഫി ഉമ്മ വിളിക്കണുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഇക്കാന്റെ അമ്മ ഒക്കെ തന്നെയാണ്, പക്ഷെ പാവാണ്, എന്റെ സ്വന്തം മകളെ പോലെ കാണുന്നത്. അമ്മനെ ഞാനേ പറ്റിക്കാണെന്ന് പറഞ്ഞിട്ട് എന്റെ തല എടുക്കും നിക്ക. ഈ കുട്ടി തീ എവിടെ? എത്ര നേരെ വിളി തുടങ്ങിട്ട്. താഴ്ചക്ക നല്ല ഓളം ഉണ്ടാക്കിയേക്കാൻ പറയാം. ഇതിന്റെ പുറത്ത് കൊറേ പൊന്തി കാടും കെട്ടിക്കണം, ഒക്കെ ഒന്ന് നേരാക്കി വെക്കണം. സെഫിയെ ഈ കുട്ടി കാട്ടണത്. ആ പിന്നെ വേറെന്താ സെഫിയ? ആ ആരെ വിളിക്കണേ? കുഞ്ഞാനാണോ? എനിക്ക് അവനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ലമ്മ, അതിന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടോ? ഞാൻ ഓനാണ് വിചാരിച്ചിക്കണേ. ഓനോട് ആ ലോൺ അടക്കാനുള്ള പൈസ അയക്കാൻ പറഞ്ഞ് ഓല് വിളിച്ചിന്ന് കുടുംബശ്രീന്ന്. ഇവിടുത്തെ ലോണിന്റെ പൈസ അടക്കാൻ പോവാൻ വേണ്ടിട്ട് എടുത്തല്ലേ, അപ്പൊ അടക്കാൻ വേണ്ടി പറയാനേനു. എന്നാ ജോൻ വിളിക്കുമ്പോ എന്റെ അടുത്ത് തരുന്നുണ്ട് കേട്ടോ. അല്ല, ഏത് ഫ്രണ്ടാ വിളിക്കണു? അതിന്റെ ഒപ്പം പഠിച്ചതാ അമ്മ. ആ എന്നാ ഒന്ന് അവിടെ വന്നാ, ഞാനുണ്ട് മത്തന്റെ രണ്ട് നുള്ളി വെച്ചിട്ട് ആ എന്നിട്ട് പോയിട്ട് താഴ്ചൂട്. ഞാൻ ആകെ പൊന്തിയും കാടും കെട്ടിയിരിക്കണ ആ മുറ്റത്ത്. മഴണ്ട് പെയ്തപ്പോളേ ഞാൻ ഒക്കെ ഒന്നിട്ട് പറിച്ചിട്ട് പോയിട്ടാന്ന് നേരാക്കിട്ടോ. ആ ഞാൻ വരാം. ആ വിളിക്കാണ്ട സമയം പോയിട്ടാ. ഹലോ, ഇന്നിപ്പ ഈ നേരത്തെ വിളിച്ചത്? ഇമ്മ അവിടെ പുറത്തുണ്ട്, ഇന്ന് കാണാൻ പറ്റൂല. ഞാൻ എന്ത് പറഞ്ഞിട്ടാ ഇറങ്ങ? ഞാൻ നേരത്തെ പറഞ്ഞേക്ക് വരാൻ പറ്റൂലെന്ന്. $2000 എന്റെ അടുത്ത് പൈസ ഇല്ല. 5000 ഉറുപ്പ്യ കഴിഞ്ഞ മാസല്ലേ ഞാൻ 5000 ഉറുപ്പ്യ തന്നു. ഈ മാസം എന്തിനാ 5000? എന്റെ അടുത്തില്ല, സത്യമായിട്ടില്ല. ഞാൻ നോക്കട്ടെ. അമ്മായിമാന്റെ അൽമറയില് അന്ന് ലോണിന് എടുത്ത് വെച്ച പൈസ ഉണ്ട് തോന്നുന്നു. അത് നോക്കാതെ എത്ര ഉള്ളത് വെച്ച് ഞാൻ അത് കൊണ്ടുവരാം. ആ ഞാൻ വരാ, കൊറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ഞാൻ വിളിക്കാം. ആ ശരി. ആ അതൊരു കൊതാണ്. കുറച്ചുകൂടി പറിച്ചപ്പോ മനസ്സന്മാർ കുഴങ്ങി. ആ ആ അന്റെ ഫോമിൽ ഇതുവരെ കഴിഞ്ഞില്ലേ? ഇത് രാവിലെ തുടങ്ങിയതാണല്ലോ. അത് പെരേന്നാണമ്മ. എന്തായാലും വേണ്ടുണ്ടോ കൂടെ കൂട്ടാനൊക്കെ? ആ ൊരു പ്രശ്നം. എന്തായാലും പോവാൻ നോക്കാം.
ഒരു ഫ്രിഡ്ജിന്റെ മുകളിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. ഉമ്മ ഇജ്ജ് എവിടുക്കാ? ഞാനൊന്ന് പെരേ പോയിട്ട് വരാം. പെരേക്കോ? എന്താ വിശേഷിച്ചിപ്പോ എന്തേലും ഉണ്ടോ? അമ്മക്ക് എന്തേലും വെജായി എന്തേലും ഉണ്ടോ? അല്ല, ഉമ്മാക്ക് സുഖമില്ലാന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഒന്നാട് ചെല്ലാൻ പറഞ്ഞിരുന്നു ഉമ്മ. എന്നെ കാണാനാണ് പറഞ്ഞിട്ട്. ഞാൻ വേഗം വരാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല പണിയോളുണ്ട്, പിന്നെ മഴയും വരുന്നുണ്ട്. തിരുമ്പിയതാണെങ്കിൽ അയലുമ്മല്ലേ, അല്ലെങ്കിൽ ഞാൻ വന്നീന്ന്. ഉള്ളിക്കാണെങ്കിൽ എടുത്തിടാൻ സ്ഥലമില്ല. എന്ന് ഉമ്മാനൊന്ന് കാണും ചെയ്യാൻ. കൊറേ അയക്കണം ഉമ്മാനൊക്കെ ഒന്ന് കണ്ടിട്ട്. ഇജ്ജിപ്പോ എന്തായാലും പോയിട്ട് വായോ കേട്ടോ. എന്നാ ഞാൻ വേഗം പോയിട്ട് വരാം. ഞാൻ ഉമ്മാനോട് പറയാം ഞങ്ങൾ അന്വേഷിച്ചിരുന്നുള്ളത്. നോക്കി പോയിക്കോളുണ്ട്. ഞാൻ വേഗം വന്നിട്ട് ഓനോട് പറഞ്ഞിക്കണോ, കുഞ്ഞോനോട്? ഇക്കാനോട് ഞാൻ പറഞ്ഞിരിക്കണ്. ഇക്ക രാവിലെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഉമ്മ ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞിരുന്നു, ഞാൻ പോട്ടേന്ന് ചോദിച്ചപ്പോ ഉമ്മാനോട് ചോദിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞതാ. എന്നാ ഞാൻ പോട്ടെ. എന്നാ ഞാൻ ചെല്ലുന്ന വേഗം പോയിട്ട് ഇങ്ങോട്ട് പോരെ. എന്നാ ശരി. എന്നാ നേരത്തെ ഫോൺ വിളിച്ചോ? അറിയാത്തൊരു നമ്പറാണല്ലോ. ഹലോ, വലൈക്കും അസ്സലാം. ആരാണ്? സെഫിയുടെ അമ്മേ? എന്താ അമ്മ വിളിച്ച്? സെഫിയോ? ഓള് കുളിക്കാണ്. എന്തിയെ? എന്താണ് ചിലപ്പോ സ്വിച്ച് ഓഫ് എന്തെങ്കിലും ഇക്കാരോ. ഓള് കുളിക്കാണ്. ഞാൻ ഓള് കുളി കഴിഞ്ഞ് വന്നിട്ട് പറയാ. ഓള് നിങ്ങക്ക് ഇന്ന് രാവിലെ വിളിച്ചിട്ടൊന്നും ഇല്ലേ? അല്ല, വരണമെന്നൊക്കെ പറഞ്ഞു കേട്ടീന്നേ. ഞാൻ വെറുതെ ചോദിച്ചാട്ടോ. ഓള് വരണമെന്നൊക്കെ പറഞ്ഞേട്ടി. നിങ്ങൾക്ക് എന്താ വെയ്യാന്നൊക്കെ പറഞ്ഞിട്ടേ. ഓള് കുളിക്കണോ? കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വിളിക്കാൻ പറയാം. ആയിക്കോട്ടെ. എന്നാ ശരി. എന്നാ അസ്സലാമു അലൈക്കും. ഇവിടെ പെരേക്കാണ് പറഞ്ഞിട്ട് പോയിക്കണത്. റബ്ബേ, എവിടേക്കാണ്? പേടിയുണ്ടെങ്കിൽ ചെക്കൻ വിളിക്കുമ്പോ ഞാൻ എന്താ റബ്ബേ പറയാ? എന്റെ സമാധാനം ഇല്ല. ഓണ്ട് വെറ്റേ ഒന്ന് നോണറിഞ്ഞിട്ട് ഇവിടുന്ന് ചാടലുടങ്ങിക്കും. കൊടുക്കാം. സെഫിയ, റുക്കിയ എന്തിയെ? അന്റെ മരുവോള് ഇവിടെ ഇല്ലേടി? ഓളോളെ ഉമ്മാന്റെ അടുത്തേക്ക് പോവാണ് പറഞ്ഞിട്ട് പോയതാണ്. എന്തേ? അല്ലേ, ഓള് ഒരു ചെക്കനും കൂടി പമ്പിൽ വെച്ചിട്ട് എന്റെ മകൻ കണ്ടുന്ന് പറഞ്ഞേ, അതാ ചോദിച്ചത്. പമ്പുന്നോ? ആരാണാവും, എനിക്കറിയില്ല. അല്ല, ഓൾക്ക് ആങ്ങളാരാരേലും ഉണ്ടോ? ഓലാരേലും ഏക്കാരത്. ആങ്ങളില്ല, ഓല് 2 പെമ്മക്കളാണ്. ഇവള് രണ്ടാമത്തെ. ആങ്ങളില്ല. ഈ കുടുംബത്തിൽ ഇനിയിപ്പോ ആരേലും, കുടുംബത്തിലുള്ളവരൊക്കെ ഗൾഫിലാണ്. ആരാണോ അവൾക്കറിയില്ല. എന്നാ വേറെ ആരെങ്കിലും ഇക്കാരം, ഒപ്പുള്ള ആരെങ്കിലും കേക്കാരം. ഓ കണ്ടപ്പോ പറഞ്ഞു. ഓളോളെ പെരേക്ക് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത്. ഇനി വേറെ എന്തെങ്കിലും ചുറ്റിക്കളി എന്തെങ്കിലും ഉണ്ടോ ഓൾക്ക്? അല്ല, ഇങ്ങനൊക്കെ കാട്ടണാണുമ്പോളേ എന്തൊക്കെയാണ് അവിടെ. എനിക്ക് ആകെ പേടിയാവുന്നുണ്ട്. പെണ്ണിന്റെ പോക്ക് ശരിയല്ലാന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്.
എപ്പോഴും ഫോണുമ്മയാണ്. ഞാൻ എന്നോടായതുകൊണ്ട് പറയാട്ടോ. ഞാൻ ആരോടേലും ഒന്ന് പറയണ്ടേ? എന്റെ ചെക്കനോട് പറയാൻ പറ്റുമോ ഇങ്ങനൊക്കെ സംഭവം ഉണ്ടെന്ന്? എപ്പ ചെന്നാലും ഫോണേറ്റേക്കാര് ഏത് നേരം മുറിയില് ആകെ പേടിയാവുന്നുണ്ട്. അപ്പൊ ഇങ്ങനൊക്കെ സംഭവങ്ങൾ ഉണ്ടോ? വല്ലാത്തൊരു കുട്ടിനെയാണ്. ആ ചെക്കൻ എത്ര കഷ്ടപ്പെട്ടിട്ട് ആ മരുഭൂമിയില് കിടന്നിട്ട് കഷ്ടപ്പെടുന്നത്. അത് ഓക്ക് വേണ്ടിട്ടല്ല. എന്നിട്ട് ഓളിപ്പോ ഇങ്ങനൊക്കെ കാട്ടിക്കൂട്ടുക. വല്ലാത്തൊരു കഷ്ടം തന്നെ. ആർക്കാ വിളിക്കണെന്ന് ചോദിക്കുമ്പോ ഓള് അറിയും എന്റെ ഫ്രണ്ടാണ്, ഒപ്പം പഠിച്ചോരാണ്, അല്ലെ പറയും ഇമ്മയാണ് എന്നൊക്കെ. പക്ഷെ ഇന്ന് ഓളമ്മ വിളിച്ചിന്ന് ഓള് പെരേക്ക് എത്തിയിട്ടില്ല എന്നാ പറഞ്ഞത് എന്നോട്. ഓളെ എവിടെയെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കുളിച്ചാൻ പോയിക്കണ്, ഓള് വന്നിട്ട് വിളിച്ചോളൂ, ഫോണ് വല്ല സ്വിച്ച് ഓഫോ ചാർജ് ഇല്ലായിട്ട് കേൾക്കാരും പറഞ്ഞിക്ക ഞാൻ ഇതിനോട്. അതിനാണെന്നുണ്ടെങ്കിൽ വെച്ചാത്തതാണ്. അതിന് ഹാർട്ടിന് എന്തൊക്കെയാ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ടാണ് ഇവളിന്ന് പോയിക്കണതേ. ഒന്നരാടം പോലെ പോക്കുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരിക്കണ ഓള് അങ്ങനെ പോവേക്കായിരുന്നു. ഇപ്പൊ ഓളമ്മ രാവിലെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു സെഫി എവിടെ, ഓള് ഫോൺ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞേ. അപ്പൊ ഞാൻ അതിന് സമാധാനപ്പെടുത്തി. ഓള് കുളിക്കാണ്, കുളി കഴിഞ്ഞ് വന്നിട്ട് വിളിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. ആകെ പേടിപ്പിച്ച് ഇതും കൂടി പറഞ്ഞപ്പോ ഒക്കെ പേടിയാവുക. എന്താണാവോ? പെരേക്കാണ് പറഞ്ഞിട്ട് പൊയ്ക്ക. വല്ലാത്തൊരു കുട്ടിട്ടോ. നിങ്ങള് ബേജാറാവണ്ടല്ലോ, ഒക്കെ ശരിയാവും. നിങ്ങള് വിഷമിക്കണ്ട. പിന്നെ ഞാൻ വന്നതേ ഇക്കൊരു 1000 ഉറുപ്പിക കടം തരുമോ? ഇന്ന് ഒരു ഇതിന്റെ അടവേരം വരുവേ. ഞങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിയില്ല, അതിന്റെ അടവേരം വരും. അപ്പൊ അയാൾക്ക് കഴിഞ്ഞ ആഴ്ചയും കൊടുത്തിട്ടില്ല. അപ്പൊ ഉണ്ടെങ്കിൽ ഒന്ന് തന്നാളെ. 1000 ഉറുപ്പ്യ? ഞാനേ ചെക്കനോട് ലോൺ അടക്കാൻ വേണ്ടി പൈസ അയക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ 2000 ഉറുപ്പ്യ ഇവിടെ ഇരുന്നീന്നു. ഇന്ന് വേണമെങ്കിൽ ഞാൻ എടുത്തു തരാം. ഓന് ബാക്കി അയച്ചിട്ട് വേണമെങ്കിൽ അടക്കാൻ. എന്തായാലും ഇന്നൊന്നും അടക്കലുണ്ടാവൂല. ഓനക്ക് പൈസ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ഓൻ പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരാഴ്ച കഴിയും, അപ്പൊ തന്നാ മതി. ഞാൻ പോയോക്കട്ടെ എന്നാല്. ഞാൻ അടുത്ത് തോന്നരച്ച് ഇവിടെ നിക്കേ. എന്നാ ഞാൻ അടുത്ത ആഴ്ച ഞാൻ അവിടെ തിരിച്ചു തരാം. നിങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടി. പെണ്ണ് എന്ത് പെണ്ണാണ് ഈ പാവങ്ങൾ എങ്ങനെ പറ്റിക്ക പെണ്ണ്. വല്ലാത്തൊരു പെണ്ണാണ്. തുറന്നിട്ടിക്കണോ? പൈസ ഉണ്ട്. അടവൊക്കെ വെച്ചിട്ട് നേരത്തെ വെച്ചാണല്ലോ. അപ്പൊ എന്റെ കുട്ടി കഴിഞ്ഞ മാസം അയച്ച പൈസ ആണല്ലോ പഠിച്ചാല്. കാണല്ലോ. 2000 ഉറുപ്പ്യ ഞാൻ ഇവിടെ തന്നെയല്ലേ വെച്ചത്. ഇന്ന് ഇവിടെ തന്നെയാണല്ലോ വെച്ചിരുന്നതൊക്കെ. കാണാറില്ല. ഇവിടെ പൈസ ഒറ്റ പോയിക്കണത്. ഇവളല്ലാതെ വേറെ ഒരാളൊന്നും ഇപ്പൊ ഇതിലേക്ക് കേറിയിട്ടില്ലല്ലോ. കാണാനില്ലല്ലോ. സെഫിയ അത് വരുന്നടേ. എന്നാ വേവായോ? കിണറ്റില് വെള്ളമൊക്കെ ഉണ്ട്. മഴ എഴുതിയില്ല. അപ്പൊ കുട്ടിനോട് ഞാൻ എന്ത് സമാധാനം ഞാൻ പറയാ. എടി എന്റെ പൈസ കാണാനില്ലടി. ഓള് ആ പൈസ ഏറ്റാ പോയിക്കണോ തോന്നുന്നുണ്ട്. 2000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അപ്പൊ കാണാനില്ല. പൈസ കാണാനില്ലാന്ന് എന്തൊക്കെ ഇജ്ജ് പറഞ്ഞു? ഇജ്ജ് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. നോക്കി നോക്ക്. നല്ല ഞാൻ അടവൊക്കെ വെച്ചിട്ട് എടുത്ത് വെച്ച പൈസയെന്ന്. പഠിച്ചോനെ കുട്ടി എന്താ ഇങ്ങനെ? റബ്ബേ ഞാൻ എങ്ങനെ എന്താ ഞാൻ ഓനോട് പറയാ? ഈ പെണ്ണ് ഓൻ പറയില്ലേ ഞാൻ ഇങ്ങളെ ഏൽപ്പിച്ചിട്ടല്ലേ പോയിക്കണെന്ന്. ഈ പെണ്ണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാ ഞാൻ എന്താ ഓനോട് പറയാ? കാണിച്ചിട്ട് എടുത്തും കൊടുത്തും കിട്ടുന്നേടി. റബ്ബേ വല്ലാത്തൊരു പെണ്ണാണല്ലോ. ഓളിഞ്ഞി ഓളെ കാര്യത്തിന് എന്തിനെങ്കിലും ഇട്ടാണാവോ? ഓനെ ഓൾക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് പൈസ. ഓളെ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഓള് നടത്തുന്നുണ്ട്.
പിന്നെ ഇപ്പൊ കട്ടെടുത്ത് കൊണ്ടുപോയിട്ടുള്ള ചെലവ് നോക്കൂല്ലല്ലോ. നമുക്ക് എന്നോട് ചോദിക്കൂലേ, ഓൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കൂലേ? ഇജ്ജ് എന്തായാലും ഓള് വന്നിട്ട് ചോദിച്ചു നോക്ക് പൈസ എന്താ കാട്ടിക്കുന്നു. ഇജ്ജ് ബേജാറാവൊന്നും വേണ്ട, നല്ലപോലെ ചോദിച്ചു നോക്ക് ഇജ്ജ്. ഞാൻ ഇനി വേറെ ആരോടേലും ചോദിച്ചോക്കാം പൈസ. ഇജ്ജ് ഇനി ടെൻഷൻ അടിക്കണ്ട, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, ഞാനാണ് പോട്ടെട്ടോ. അന്ന് ചേച്ചി എല്ലടി ഇജ്ജ് ആരോടേലും ചോദിച്ചു നോക്ക്. ഇതിപ്പോ ഇങ്ങനെ ആവും ഞാനും വിചാരിച്ചില്ല. ഇജ്ജൊന്ന് ചെല്ലുന്ന. എന്നാ ശരിയടി. ഓളിപ്പൊ പൈസ വന്ന് ചോദിച്ചോണ്ടല്ലേ ഇപ്പൊ ഞാൻ അറിയോ പൈസ അടവിന്റെ അന്നാണ് കൊണ്ടുപോകുന്നത്. ഞാൻ അറിയിച്ചാൽ ആകെ കുടുങ്ങോയതല്ല. അങ്ങോട്ട് വെറ്റ് എന്തായാലും. പഠിച്ചോനെ, ഈ പെണ്ണുതി എവിടെ പോയി കിടക്കണോ? ആജു വന്നത് ഇത്ര നേരം വൈകി വരാന്? ഇത് ഉമ്മ പറഞ്ഞു ഉച്ചരിഞ്ഞിട്ട് പോവാന്ന്. എന്നിട്ട് എന്താ ഉമ്മാന്റെ പാടെന്താ? ഉമ്മാക്ക് ഇപ്പൊ കൊഴപ്പൊന്നുമില്ല, ഉമ്മ സുഖമായിട്ടിരിക്കണ്. ഇന്നോട് 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെല്ലാൻ പറഞ്ഞിരുന്നു ഉമ്മ. അന്ന് നിക്കാൻ വരുമോന്നൊക്കെ ചോദിച്ചിരുന്നു. ഇജെന്താ നടന്നിട്ടാ പോയതാ എന്റെ ഉമ്മാന്റെ അടുത്തേക്ക്? ആകെ മുഖമൊക്കെ കരുവാളിച്ചിക്കണല്ലോ. അത് ഞാൻ ഓട്ടോറിക്ഷയൊക്കെ പോയത്, അപ്പൊ വെയിലിന്റെ ചൂടുകൊണ്ട് കരുവാളിച്ചതേക്കാരം. വെയിലുള്ളാന് ബൈക്കുമ്മേക്കാരെല്ലാം പോയിട്ടുണ്ടാവും, അതേക്കാരം ഇങ്ങനെ മുഖമൊക്കെ കരുവാളിച്ചിക്കണ വെയിലോട്ടിട്ട്. അനക്ക് എന്റെ മകനെ ഇനിയും പറ്റിച്ചത് പോരല്ലേ? ഇനിയും പറ്റിക്കണ അനക്ക്? എന്ത് ദ്രോഹാടി ഞങ്ങള് രണ്ടും എന്നോട് ചെയ്തിക്കണത്. ഞാൻ അന്ന് എന്റെ സ്വന്തം മകളെ പോലെ കണ്ടതോ? അനക്ക് നാവില്ലേ പറയാന്? നിങ്ങൾ എന്താ ഈ പറയണത്? എന്താ ഞാൻ പറയുന്നത് എന്നോ? ഇജ് ഇന്ന് ആരെ പിന്നാലേടി ബൈക്കുമ്പോ പോയത്? പെട്രോൾ അടിക്കാൻ പെട്രോൾ പമ്പ് കേറിയില്ലേ? അതാരേനു? ആര്? നിന്റെ ഇപ്പൊ ആരും ഉണ്ടായിട്ടില്ലല്ലോ. ആരാ പറഞ്ഞേ? ഞാൻ അറിയടി, ഞാൻ അറിയും. ഇവളെ റുക്യാന്റെ മക ഇതിലാണ്, പെട്രോൾ പമ്പിലാ നിക്കണത്. ഓൻ കണ്ടിട്ടാണ് പറഞ്ഞിക്കണത്. എന്നോട് ചോദിച്ചാൽ അനക്ക് ആങ്ങളാരുണ്ട്? ആങ്ങളാരൊന്നും ഇല്ല, എല്ലാരും ഗൾഫിലാണ്. പിന്നെ അനക്ക് സ്വന്തമായിട്ട് ആങ്ങളി ഇല്ലല്ലോ. അപ്പൊ ഓൻ പറഞ്ഞത്ര ഓലെ പിന്നാലെ ഉണ്ടായിരുന്നതാണ്. എന്റെ ഫ്രണ്ടാണ് സത്യായിട്ടോ. എന്റെ ഒരു ഫ്രണ്ട് അല്ല, എന്റെ 2000 റുപ്യ അവിടെ, അതെവിടെ? അറിയില്ല, ഞാൻ എടുത്തിട്ടില്ല. ഇജ്ജ് എടുത്തിട്ടില്ലേ? ഇജ്ജ് നോണ പറയണ്ട സെഫിയെ, പറയണ്ട. ഞാൻ അന്ന് എന്റെ മകളെ പോലെ ഞാൻ എന്നെ കണ്ടിക്കണേ. ഇജ്ജ് നോണ പറയാൻ നിക്കണ്ട, സത്യം പറഞ്ഞ എന്റെ പൈസ എവിടെ? ഇക്കൊരാവശ്യത്തിന് വേണ്ടിട്ട് എടുത്തത് അമ്മ. എന്താ ആവശ്യത്തിനാ? എന്താ ആവശ്യം അമ്മയുടെ കുട്ടിക്കുള്ളത്? അജ് പറയും, എന്താ ആവശ്യം എനിക്കുള്ളത്? അനക്ക് എല്ലാ ആവശ്യങ്ങൾക്കും പോകാൻ പൈസ അയച്ചു തരുന്നില്ലേ? പിന്നെ എനിക്ക് കട്ടിട്ട് എടുത്തോണ്ടോണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഇന്നോട് ചോദിച്ചൂടെ, എനിക്ക് 1000 റുപ്യ തരും, എന്നെ ഒരു ആവശ്യം ഉണ്ട് എന്ന് പറഞ്ഞൂടെ? അതിന് കക്കണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എനിക്കറിയാം എന്തിനാണ് കൊണ്ടേക്കണെന്നുള്ളത് നന്നായിട്ട് അറിയാം. ഇന്ന ഓനായിട്ട് കറങ്ങാൻ വേണ്ടിട്ട് കൊണ്ടുപോയതേക്കാരല്ലേ? എണ്ണ അടിച്ചു കൊടുത്തൊക്കെ ജന്നെ ഏക്കാരാ. ജിന്റെ മകനെ പറ്റിക്കില്ലേ? ഞാൻ പാത്തിനോട് ഞാൻ എന്തായാലും ഞാൻ പറയേണ്ടത് പറഞ്ഞാട്ട് ആ കാണാകാട്ട് കിടന്നിട്ട് പണിയെടുത്ത് നയിച്ചിട്ട് അനക്ക് ഓരോന്ന് സാധനങ്ങൾ അതൊന്നും വാങ്ങി തരിക, എന്നിട്ട് ജയിലെ പറ്റിക്കല്ലേ? എന്താടി അന്നെ ചെയ്തത്? അന്നെ സ്നേഹിച്ചതോ? ഇത്രയും കാലം എന്നെ നോക്കിയതോ? പാവം പട്ടിപ്പണി എടുക്കാണ് ഗൾഫില്, എന്നിട്ട് ജയിനെ പറ്റിച്ചേ? എന്റെ മകൻ ഇങ്ങോട്ട് വിളിക്കട്ടെ, ഞാൻ ഇല്ലേതും പറയൂ. വെക്കാനോട് പറയമ്മ, തെറ്റ് പറ്റിയതാണ്. എന്റെ ഒക്കെ ഇങ്ങനൊന്നും ഉണ്ടാവില്ല. പിന്നെ ഉമ്മയുടെ കുട്ടി ഇവിടെ നിന്ന് പൊയ്ക്കാട്ടാ, അത് നല്ല. ഞാൻ എന്തേലും ഞാൻ ഓനോട് പറഞ്ഞോണ്ട് അനക്ക് നിക്കാൻ പറ്റൂലെന്നോ അല്ലെങ്കിൽ ഇക്ക് അന്നെ ഇഷ്ടമല്ലാന്ന് തന്നെ ഞാൻ പറഞ്ഞോണ്ട് എന്റെ മേത്ത് കിട്ടോളാം. എന്നാലും എന്റെ കുട്ടിയെ ചൈക്കാൻ ഞാൻ എന്നെ സമ്മതിക്കൂല. ഇജ്ജ് പോയിക്കാന്റെ പെരയെ പോയി നിന്നോ, അത് നല്ലത്. ഇനി ഇജ്ജ് ഇവിടെ നിക്കണ്ട.
ഉമ്മ എന്നെ പറഞ്ഞേക്കല്ലിമ്മ. തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക്. ഇപ്പൊ എനിക്കതോട് പറയില്ലിമ്മ. അത് ഇപ്പൊ ഞാൻ എന്നെ ഇറക്കി വിടുന്നിയ. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, എന്റെ മകന്റെ ജീവിതം നശിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. ഇനി ഞാൻ എന്തേലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മൂന്ന് ഞാൻ അടിച്ച് പൊട്ടിക്കും. സത്യം ഞാൻ പറഞ്ഞത്. എന്നിട്ടേ ഞാൻ എന്നെ ഇവിടുന്ന് ഇറക്കി വിടുള്ളൂ. അവൾക്ക് നന്നാവാൻ ഞാൻ ഒരവസരം ഞാൻ തരാം. ഉറപ്പാണ്. ഉമ്മന്റെ അടുത്ത് ഒന്നും തെറ്റു പറ്റൂല. സത്യാണ്. ഈ ഉമ്മക്ക് എന്നോട് ഇതിനെ പറ്റി സംസാരിക്കേണ്ട ഒരവസ്ഥ വരൂല. ഇക്കാട് പറയില്ലുമ്മ. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ എനിക്കറിയാം. എന്റെ മകളെ പോലെ കണ്ടിട്ട് നന്നാവാൻ ഒരു അവസരം ഞാൻ കൊടുത്ത്. ഇനി എനിക്കൊണ്ട് അങ്ങനത്തെ ഒരു ഇതില്ലാതിരിക്കട്ടെ.